എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സുമാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ശരീരമാണല്ലോ നമ്മളെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ജോലി ചെയ്തിട്ടാണ്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഈ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ഇനി എന്തെങ്കിലും രോഗപീഠകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിരവധി ആളുകളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളുടെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം അസുഖങ്ങളെ കൊണ്ട് വലയുന്ന ആൾക്കാരുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെയും ജപിക്കേണ്ടത് ധന്വന്തരി മൂർത്തി രൂപത്തിലുള്ള ഭഗവാന്റെ ഈ ഒരു നാമമാണ്. ഭഗവാൻ സാക്ഷാൽ മേൽപ്പത്തൂരിൻ്റെ വയ്യായക മാറ്റിയ ആളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ രക്ഷിക്കും. നമ്മൾ മനസ്സറിഞ്ഞ് വിളിക്കണമെന്ന് മാത്രം. ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക. എനിക്ക് ഈ അസുഖം മാറ്റിയാൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് വിചാരിക്കാണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ മാറ്റിക്കോളും. ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാമം ജപിക്കുക. അല്ലാണ്ട് ഞാൻ ഇത് ചെയ്തു തന്നാൽ അത് ചെയ്യാം എന്നൊരിക്കലും പ്രാർത്ഥിക്കണ്ട. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാട് നമുക്ക് ചെയ്യാം. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നാമം ജപിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യേണ്ട. നമുക്ക് സദാസമയവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ ഒരു നാമം നിരന്തരം ജപിച്ചോളൂ. നിരന്തരം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുടർച്ചയായി ജപിക്കുക, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. നമ്മൾ തുടർച്ചയായി എല്ലാ ദിവസവും ജപിക്കുക. ഇത് രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ മുടങ്ങാതെ രാവിലെ തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകളും ഇത് കേട്ടിട്ടുണ്ടാവും. ഇത് ജപിക്കുന്ന നിരവധി ആളുകളും ഉണ്ടാവും. എങ്കിലും കേൾക്കാത്തവരായിട്ട് ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭഗവാന്റെ നാമം ഇതാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ. ഈ നാമം ജപിച്ചോളൂ. എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അതൊക്കെ ഭഗവാൻ മാറ്റി തന്നോളും. നമുക്ക് മാറില്ല എന്ന് വിചാരിച്ച പ്രശ്നം വരെ ഭഗവാൻ മാറ്റിക്കൊടുത്തതായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് ഈ നാമം ജപിച്ചോളൂ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാൻ അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.